മലയാളം നമ്മുടെ മാതൃഭാഷ കേവലം ഒരു ഭാഷയ്ക്കപ്പുറം അത് നമ്മുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഓർമ്മകളുടെയും പ്രതീകമാണ്. ദ്രാവിഡ ഗോത്രത്തിൽ പിറന്ന മലയാളം കാലങ്ങളായുള്ള പരിണാമങ്ങളിലൂടെ ശക്തിയാർജിച്ച് ഇന്ന് തനതായ വ്യക്തിത്വം അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്നു. മലയാളത്തിന്റെ ചരിത്രം അക്ഷരങ്ങളിലൂടെയുള്ള പ്രയാണമാണ്. എഴുത്തച്ഛനിലൂടെ കരുത്താർജിച്ച മലയാള ഭാഷ കവിതയിലൂടെയും കഥകളിലൂടെയും നോവലുകളിലൂടെയും വളർന്നു പന്തലിച്ചു. നമ്മുടെ ജീവിതത്തിലെ മലയാളത്തിന്റെ പ്രാധാന്യം വാക്കുകൾക്കതീതമാണ്. വരും തലമുറയ്ക്കായി മലയാള ഭാഷയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. മലയാളം അനശ്വരമാണ്. കൂട്ടുകാരെ, നമ്മൾ ജനിച്ചപ്പോൾ ആദ്യം കേട്ട ശബ്ദം എന്തായിരിക്കും? അമ്മയുടെ കൊഞ്ചലുകൾ അല്ലേ? നമ്മൾ ആദ്യമായി അമ്മയെന്ന് വിളിച്ചത് നമ്മുടെ മാതൃഭാഷയിലാണ്. ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനം. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത? നമുക്ക് നോക്കിയാലോ. ആ അട, ആ ആന, ഈ ഇല. നോക്കൂ, നമ്മുടെ മലയാള അക്ഷരങ്ങൾ കാണാൻ എന്ത് ഭംഗിയാണല്ലേ! നല്ല വട്ടത്തിലുള്ള മുത്തുകൾ കോർത്തിട്ടതുപോലെ വള്ളിയും പുള്ളിയും ഒക്കെ ചേർന്ന് ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ചിരിച്ചു നിൽക്കുന്ന അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളെ ചേർത്താണ് നമ്മൾ കഥകളും കവിതകളും വായിക്കുന്നത്. വന്ദനം വന്ദനം വാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ, വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ. എത്ര സുന്ദരമെന്റെ മലയാളം, മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു പൊന്നുനൂൽ പോലെ, മണ്ണിൽ വീണു കൊരുത്ത നിന്മണി വിത്തുമുള പൊട്ടി മിന്നുമീരില വീശിടുമ്പോൾ ത്രൈരടികൾ. പണ്ട് ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് ആളുകൾ സംസാരിച്ചിരുന്ന ഒരു വലിയ ഭാഷാ കുടുംബമുണ്ടായിരുന്നു. അതിനെ ദ്രാവിഡ ഭാഷാ കുടുംബം എന്ന് വിളിക്കുന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ എന്നിവയെല്ലാം മലയാളത്തിന്റെ സഹോദരങ്ങളാണ്. ഈ വലിയ കുടുംബത്തിൽ നിന്നാണ് നമ്മുടെ മലയാളം ജനിച്ചത്. തുടക്കത്തിൽ മലയാളവും തമിഴും തമ്മിൽ അധികം വ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വളർച്ച കാരണം ഇവിടുത്തെ ഭാഷയ്ക്ക് ഒരു പ്രത്യേകമായ ശൈലി ലഭിച്ചു. ഏകദേശം 9ാം നൂറ്റാണ്ടോടെയാണ് മലയാളം ഒരു സ്വതന്ത്ര ഭാഷയായി വളരാൻ തുടങ്ങിയത്. മലയാളം വളരുന്നതിനിടയിൽ അത് സംസ്കൃതവുമായി കൂട്ടുകൂടി. ഈ കൂട്ടുകൂടലിൽ മലയാളത്തിന് പുതിയ പദങ്ങളും ഭാഷാ ശൈലികളും ലഭിച്ചു. ഇതിനെ മണിപ്രവാളം എന്നാണ് വിളിച്ചിരുന്നത്. മലയാളത്തിന് ഇന്നത്തെ രൂപം നൽകിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ മലയാള ഭാഷയുടെ പിതാവെന്ന് വിളിക്കുന്നത്. അദ്ദേഹം കിളിയെ കൊണ്ട് പാടിപ്പിച്ച പാട്ടുകളിലൂടെ മലയാളം സാധാരണക്കാർക്കിടയിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നു. പണ്ട് താളിയോലകളിൽ എഴുതിയിരുന്ന മലയാളം പിന്നീട് അച്ചടിയന്ത്രങ്ങളിലേക്ക് മാറി. ഹെർമൻ ഗുണ്ടർട്ട് എന്ന വിദേശിയാണ് ആദ്യമായി മലയാളത്തിന് ഒരു ഡിക്ഷണറി ഉണ്ടാക്കിയത്. പിന്നീട് വള്ളത്തോൾ, ഉള്ളൂർ, കുമാരനാശാൻ എന്നീ കവിത്രയത്തിലൂടെയും MTയെയും ബഷീറിനെയും പോലെയുള്ള എഴുത്തുകാരിലൂടെയും ഇന്നു കാണുന്ന മലയാളം ലോകോത്തര നിലവാരത്തിലേക്ക് വളർന്നു. നമ്മളുടെ മലയാളം വെറുമൊരു ഭാഷയല്ല. 2013 ഭാരത സർക്കാർ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി നൽകി ആദരിച്ചു. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും പൗരാണികവും സമ്പന്നവുമായ ഭാഷകളിൽ ഒന്നാണ് നമ്മളുടെ മലയാളം. നമ്മൾ ഒരുപാട് ഭാഷകൾ പഠിക്കണം. ഇംഗ്ലീഷും ഹിന്ദിയും ഫ്രഞ്ചും ഒക്കെ പഠിക്കണം. പക്ഷേ അമ്മയെ പോലെ സ്നേഹിക്കേണ്ടത് നമ്മുടെ മലയാളത്തെയാണ്. കാരണം നമ്മുടെ ചിന്തകളും സ്വപ്നങ്ങളും വിരിയുന്നത് ഈ മണ്ണിലാണ്, ഈ ഭാഷയിലാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകളിൽ ഒന്നാണ് മലയാളം. കമ്പ്യൂട്ടറിലും ഇന്റർനെറ്റുകളിലും ഇന്ന് മലയാളം തിളങ്ങി നിൽക്കുന്നു. ശാസ്ത്രമായാലും സാഹിത്യത്തിലായാലും മലയാളത്തിന് പിന്നോട്ട് പോകേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഞാനൊരു മലയാളിയാണ്, എന്റെ ഭാഷ മലയാളമാണ്.
എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ മാതൃഭാഷാ ദിനാശംസകൾ. മലയാളം എന്റെ അഭിമാനമാണ്, എന്റെ അടയാളമാണ്.